അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിർപ്പ് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്ന വഖഫ് നിയമം ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആരുടെങ്കിലും ഭൂമി, ഞാൻ ചോദിക്കട്ടെ, രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്? ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. അത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയൊരു പ്രശ്നം ഉണ്ടാക്കിയവരും തന്നെ, പിന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ, തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ. ഇതിലൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം, അല്ല വേറൊന്നുമില്ല. ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു. തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ, അല്ലാതൊന്നുമല്ല.